ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ജസ്റ്റ് ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാഷ്മലോസ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഫസ്റ്റായിട്ട് നമുക്ക് ഐസിങ് ഷുഗറാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഒരു വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വെള്ളത്തിൽ ജെലാറ്റിൻ കുതിർക്കാൻ വെക്കണം. 1/2 കപ്പ് ചൂടുള്ള വെള്ളത്തിലേക്ക് ഞാൻ 2 സ്പൂൺ ജെലാറ്റിനാണ് ഇടുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ സോസ് പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മെൽട്ടാക്കി എടുക്കുക. ഒരു നൂൽ പരുവം അല്ലെങ്കിൽ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ 2 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടൈറ്റാക്കി കിട്ടണം ഷുഗർ. ഇനി ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം അറിയണമെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഷുഗറിൻ്റെ സിറപ്പ് ഇട്ട് കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് വരണം. അപ്പോൾ അത് കറക്റ്റ് ആവും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച ജെലാറ്റിൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചില യൂട്യൂബേഴ്സൊക്കെ പറയാറുണ്ട് ജെലാറ്റിൻ്റെ പകരം നമുക്ക് ചൈന ഗ്രാസ് ഉപയോഗിക്കാം. അത് അട്ടർ ഫ്ലോപ്പാണ്, ആരും ഉപയോഗിക്കാൻ നിൽക്കരുതേ. പിന്നെ നമ്മളിതിലേക്ക് മധുരം ഭയങ്കര മധുരമല്ലേ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് നല്ല അത്യാവശ്യം ചൂടോട് തന്നെ ഇത് ബീറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഹാൻഡ് ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ഉപയോഗിക്കാം, പക്ഷേ അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത് നമ്മുടെ മേലിക്കൊന്നും ആവില്ല എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞാലും ഇതുപോലെ മാഷ്മലോസ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് എന്തുകൊണ്ടും കംഫർട്ട് ഇതുപോലുള്ള ഹാൻഡ് ബ്ലെൻഡറോ അല്ലെങ്കിൽ ബീറ്ററൊക്കെ വെച്ചിട്ട് അത് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നതാവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു 5-6 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഓയിൽ ബ്രഷ് ചെയ്തുകൊണ്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐസിങ് ഷുഗർ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അത് മാഷ്മലോസ് ഇതിലിടുമ്പോൾ അത് നന്നായിട്ട് ഒട്ടി പിടിക്കും. ആ ഒട്ടൽ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസിങ് ഷുഗർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ ഞാൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാനിതാ സ്ട്രോബെറീൻ്റെ എസൻസ് 2-3 തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ടേസ്റ്റിലൊന്നും. അത് ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് കണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ താഴെ സെറ്റാക്കി വെക്കുക. അതിന് ശേഷം 2 മണിക്കൂറിനൊക്കെ ശേഷം ഈ ഒരു രീതിയിലേക്കാണ് കേട്ടോ നമുക്ക് കിട്ടുക. നമ്മളിത് സെറ്റാക്കി വെക്കുമ്പോൾ അന്നേരം നമുക്കിതൊന്ന് ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്യണം. 2-3 വട്ടം ടാപ്പ് ചെയ്ത് അടിച്ചു കൊടുത്തതിൻ്റെ മേലെ കാണുന്ന ബബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ നമ്മൾ വേറൊരു ട്രേയിലോട്ട് നമ്മൾ ഐസിങ് ഷുഗർ നന്നായിട്ട് വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ മാഷ്മലോസ് അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതിങ്ങനെ സ്റ്റിക്കി ആയതുകൊണ്ട് ഇങ്ങനെ കോട്ട് ചെയ്യേണ്ടി വരണം കേട്ടോ. നന്നായി സ്റ്റിക്കിയാണ്. അപ്പോൾ നമുക്ക് കത്തിയൊക്കെ ഉപയോഗിച്ച് അത് കട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പം ഒട്ടി പിടിച്ചാണ്ടിരിക്കും. അപ്പം ഇതുപോലെ കത്രികയാണെങ്കിൽ പെട്ടെന്ന് അത് കട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു നല്ലൊരു സ്വീറ്റാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.